പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നീണ്ട കാർക്കൂന്തൽ വേണം എന്നാഗ്രഹിക്കാത്തവരായിട്ട് മലയാളികൾ അധികമാരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ ഏറ്റവും പ്രാമുഖ്യമേറിയ ഒരു കാര്യമാണ് കാർക്കൂന്തൽ. നമ്മുടെ പല കൃതികളിലും പല കാവ്യങ്ങളിലുമെല്ലാം കാണുന്നതാണ്. കരിവണ്ടിനെ പോലെ കറുത്ത നീണ്ട മുടിയുള്ള സ്ത്രീ അല്ലെങ്കിൽ സൗന്ദര്യം എന്നൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ പ്രചാരത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ് കയ്യോന്നി എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഭൃംഗരാജ ഇത്യാദി പേരുകൾ. ഭൃംഗം നമുക്കറിയാം, വണ്ടിനെ കുറിക്കുന്നതാണ്. ഭൃംഗരാജ, അതിൻ്റെ ഭൃംഗരാജം എന്ന് പറയുന്നത് വണ്ടിനെ പോലെ, വണ്ടുകളിൽ രാജാവ് അല്ലെങ്കിൽ അതിൻ്റെ പുഷ്പം വണ്ടുകളെ പോലെ ഇരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ വണ്ടുകളെ പോലെ നല്ല മുടി നമുക്ക് പ്രദാനം ചെയ്യുന്നതുകൊണ്ടും ഭൃംഗരാജ എന്നുള്ളൊരു പേര് കയ്യോന്നിക്കുണ്ട്. അതുപോലെ തന്നെ കേശരഞ്ജന, കേശ്യ, അങ്ങനെ പല മുടി സംബന്ധിക്കുന്ന പല പേരും കയ്യോന്നിക്കുണ്ട്. ഈ കയ്യോന്നി തന്നെ ദശപുഷ്പം എന്ന് നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളക്കരയിൽ കേരളത്തിലെല്ലാം ഉപയോഗിച്ചു വരുന്ന 10 പൂക്കളുടെ ഗണത്തിൽ ഒരു ചെടിയാണ് കയ്യോന്നി എന്ന് പറയുന്നത്. എക്ലിപ്റ്റ ആൽബ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ആസ്ട്രേസ്യ അല്ലെങ്കിൽ സൂര്യകാന്തിയുടെ കുടുംബത്തിൽ വരുന്ന ഒരു സസ്യമാണ് കയ്യോന്നി. നമുക്ക് കയ്യോന്നിയുടെ പൂക്കളെ പറ്റി നോക്കിയാൽ തന്നെ ഈ ആസ്ട്രേസ്യ കുടുംബത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കയ്യോന്നി വയൽ പോലെ ഈർപ്പം കൂടിയ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. വളരെ വലിയ വൃക്ഷമൊന്നുമല്ല, ഒരു 70 സെൻറ്റിമീറ്റർ വരെ പൊക്കമുള്ള ഒരു ഏകവർഷ ഔഷധിയാണ്. കയ്യോന്നിയുടെ ഇലകൾ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒന്നിന് എതിരെ വന്ന് മറ്റൊന്ന് എന്ന നിലയിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വളരെ നേർത്ത തണ്ടാണ്. അത് രോമാവൃതമായിട്ടുള്ള തണ്ടാണ് കയ്യോന്നിക്കുള്ളത്. കയ്യോന്നിയുടെ പുഷ്പം സൂര്യകാന്തിയുടെ മിനിയേച്ചറായിട്ടുള്ളൊരു പൂങ്കുല പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അതുകൂടാതെ കയ്യോന്നി പലതരം കയ്യോന്നികൾ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. നീല, അതുപോലെ തന്നെ വെള്ള, അതുപോലെ തന്നെ മഞ്ഞ, അങ്ങനെ 3 പ്രധാനപ്പെട്ട വിഭാഗത്തിലാണ് കയ്യോന്നി സാധാരണയായി പറഞ്ഞു വരുന്നത്. അതിൽ നീല കയ്യോന്നി അധികം കാണാറില്ല. അതുപോലെ തന്നെ നീല അല്ലെങ്കിൽ കൃഷ്ണം എന്ന് പറയുന്ന വെറൈറ്റി അധികം കണ്ടെത്തിയിട്ടില്ല. അതിന് പകരം നമ്മൾ വെള്ള കയ്യോന്നി തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എക്ലിപ്റ്റ ആൽബ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് വെള്ള കയ്യോന്നിയാണ്. അതുപോലെ മഞ്ഞ കയ്യോന്നി എന്നൊരു വിഭാഗവുമുണ്ട്. അത് ആസ്ട്രേസിയ കുടുംബത്തിൽ തന്നെയുള്ള വിഡേലിയ എന്ന് പറയുന്ന വേറൊരു തരം ചെടിയാണ്. ആയുർവേദത്തിൽ ഔഷധമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെള്ള കയ്യോന്നി അല്ലെങ്കിൽ ക്ലിപ്റ്റ ആൽബ എന്ന് പറയുന്ന സസ്യമാണ്. അധികം ഉയരത്തിൽ ഇല്ലാത്ത ഇപ്പോൾ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന വയൽ പ്രദേശങ്ങളിലെല്ലാം കൂടുതലായി കാണുന്ന ഒരു സസ്യം തന്നെയാണ് കയ്യോന്നി. നമ്മുടെ യകൃത്ത് അല്ലെങ്കിൽ കരൾ രോഗങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്ന് കൂടിയാണ് കയ്യോന്നി എന്ന് പറയുന്നത്.
നമുക്കിനി കയ്യോന്നി എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. നമ്മുടെ തൊടിയിലൊക്കെ കിടക്കുന്നതാണ്. മറ്റ് ചെടികളുടെ ഇടയിൽ നിന്ന് എങ്ങനെ കയ്യോന്നിയെ തിരിച്ചറിയാമെന്ന് നോക്കാം. കയ്യോന്നി പേര് കൊണ്ട് തന്നെ കയ്യുണ്യം അല്ലെങ്കിൽ കൈതോന്നി അല്ലെങ്കിൽ കയ്യുണ്ണി അങ്ങനെ പല പേരിൽ കേരളത്തിലെമ്പാടും അറിയപ്പെടുന്നുണ്ട്. എല്ലാം ഒരു ചെടി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂവിൻ്റെ നിറവ്യത്യാസം അനുസരിച്ച് നീല അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ വെള്ള അങ്ങനെ 3 വിഭാഗമുണ്ട്. മഞ്ഞ കയ്യോന്നി നമ്മൾ നേരത്തെ പറഞ്ഞു വെഡേലിയ എന്ന് പറഞ്ഞ വേറൊരു ചെടിയാണ്. നീല കയ്യോന്നി എന്ന് പറയുന്ന അത്ര സാധാരണമല്ല. നമ്മൾ വെള്ള കയ്യോന്നിയാണ് ആയുർവേദത്തിൽ മരുന്നായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ള കയ്യോന്നി നമുക്കിവിടെ കാണാം. ഒരു വലിയ മരമൊന്നുമല്ല, ഒരു ചെടിയാണ്. 70 സെൻറ്റിമീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. നമുക്കറിയാം ഇത് സമൂലമാണ് ഉപയോഗിക്കുന്നത്, വേരോട് കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേര് ഇവിടെ കാണാനായിട്ട് കഴിയും. എക്ലിപ്റ്റ ആൽബ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ആൽബ എന്ന് നമ്മൾ കുറിക്കുന്നത് വെള്ള നിറത്തെ കുറിക്കുന്നതാണ്. വെള്ള നിറത്തിലുള്ള പൂവാണ്, അതുകൊണ്ടാണ് ആൽബ എന്നുള്ള പേര് വരുന്നത്. അതുപോലെ തന്നെ ആസ്റ്ററേസിയ എന്ന കുടുംബത്തിലാണ് ഈ ചെടിയുള്ളത്. ആസ്ട്രേസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യകാന്തിയുടെ കുലമാണ്. ഇതിൻ്റെ പൂവിൻ്റെ മൊട്ട് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. സൂര്യകാന്തിയുടെ പൂവിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. വെള്ള നിറത്തിലുള്ള പൂവാണ്. നമുക്കിനി ചെടിയുടെ പ്രത്യേകതകളിലേക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ചെടിയുടെ തണ്ടുകൾ ചെറിയ രോമം നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രോമാവൃതമായിട്ടുള്ള തണ്ടാണ് ചെടിക്കുള്ളത്. വളരെ അധികം ബലമൊന്നും ഇല്ലാത്ത തണ്ടാണ്. ചില തണ്ടുകളിൽ ഒരു ചെറിയ ചുവന്ന നിറം കാണാനായിട്ട് കഴിയും. ചില തണ്ടുകൾ നമുക്ക് ചെറിയ വെള്ള രീതിയിലാണ് കാണുക. വെള്ള തണ്ട് 2 രീതിയിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ചെടി ഏകദേശം ഒരു 70 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയിൽ കണ്ടതുപോലെ ഒറ്റ ശാഖയായിട്ട് വളരാം, അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്നത് പോലെ ഒന്നിലധികം 1, 2, 3 ശാഖയായിട്ട് ഇത് വേരിൻ്റെ മുകളിൽ നിന്ന് വളരാനുള്ള സാധ്യതയുണ്ട്. ഇലകൾ കൊണ്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇലകൾ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് 2 ഇല ഓപ്പോസിറ്റ്, ഒന്നിന് എതിരെ മറ്റൊന്ന് എന്ന നിലയിലാണ് കാണപ്പെടുന്നത്. നമ്മളത് നോക്കുമ്പോൾ അറിയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ചെടിയുടെ ഇലയ്ക്കൊരു തണ്ടുണ്ടാവും അല്ലേ, ഇതിന് ആ തണ്ടില്ല. എപ്പിറ്റിയോളേറ്റ് എന്നാണ് പറയുന്നത്. വൃന്ദരഹിതമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതുള്ളത്. തണ്ട് കാണാനായിട്ട് കഴിയില്ല. ഇല നേരിട്ട് അതിൻ്റെ ഈ സ്റ്റെമ്മിലോട്ട് അല്ലെങ്കിൽ ഈ തണ്ടിലോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രോമം ഈ ഇലയുടെ അടുത്തും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇല ഒരു ലാൻസിയോളേറ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു കൂർത്ത അഗ്രമുള്ള ഒരു രൂപത്തിലാണ് ഇത് കാണുന്നത്. ഇലയുടെ അരികും ചെറിയ ചെറിയ ദന്തുരമായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മൾ പൂവിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് പൂവ് വിടരാൻ പോകുന്ന പൂവാണ്, പൂമൊട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആസ്ട്രേസിയ എന്ന് പറഞ്ഞ കുടുംബത്തിലാണ്, വെള്ളപ്പൂവാണെന്ന് പറഞ്ഞു. ഹെഡ് ഇൻഫ്ലോറസൻസ് എന്ന ഒരു രീതിയാണ് ആസ്ട്രേസിയ കുടുംബത്തിൽ പൊതുവായിട്ട് കാണുന്നത്. അതുതന്നെയാണ് ഈ പൂവിലും കാണുന്നത്. അതിൽ പല നിരയായിട്ട് പൂക്കൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു പൂങ്കുലയാണ്. ഇതിനകത്ത് ഒത്തിരി പൂക്കളുണ്ടാവും. നമുക്ക് സൂര്യകാന്തി പൂവൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ സമാനമായ രീതിയിലാണ് ഇതിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന രീതി കണ്ടു. രോമാവൃതമായിട്ടുള്ള ഒരു തണ്ടാണ്. 70 സെൻറ്റിമീറ്റർ വരെ വളരെയധികം പൊക്കമൊന്നും എത്താത്ത ചെടിയാണ്. ഒറ്റ ശാഖയായിട്ടോ ഒന്നിൽ കൂടുതൽ ശാഖയായിട്ടോ കാണപ്പെടാം. അതുപോലെ തന്നെ ഇലകൾക്ക് വൃന്ദം അല്ലെങ്കിൽ ഇലയുടെ പീറ്റിയോൾ എന്ന ഭാഗം ഉണ്ടാവില്ല. ഒരു കൂർത്ത അഗ്രമാണുള്ളത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ വെള്ള ഹെഡ് ഇൻഫ്ലോറസൻസ് ആണ് പൂവിനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എക്ലിപ്റ്റിൻ എന്ന ഉൾപ്പെടെയുള്ള പല കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയും. കയ്യോന്നി എന്ന ദശപുഷ്പത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു ചെടി, നമ്മുടെ കേരളത്തിൻ്റെ എല്ലാവർക്കും പരിചിതമായ ചെടി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകതകൾ, ഇലകളുടെ പ്രത്യേകതകൾ, എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. കയ്യോന്നിയെക്കുറിച്ച് കൂടുതൽ എങ്ങനെ നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം, ഔഷധമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് ഡോക്ടറോട് ചോദിച്ച് അറിയാം. ഡോക്ടർ,
കയ്യോന്നി നമുക്കെല്ലാം പരിചിതമായ ഒരു ചെടിയാണല്ലോ. അപ്പോൾ ആയുർവേദത്തിലെ പല പല മരുന്നുകളുടെ ചേരുവയിലും കയ്യോന്നി ഒരു പ്രമുഖ ഘടകമാണ്. വളരെ വയലിലൊക്കെ വളരെ പൊക്കമില്ലാതെ വളരുന്ന നമ്മുടെ ഏകവർഷ ഔഷധിയായിട്ടുള്ള കയ്യോന്നി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇന്ന് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഔഷധങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് കയ്യോന്നി. ഭൃംഗരാജാസവം, നീലിഭൃംഗാദി തേരം അങ്ങനെയുള്ള മിക്കവാറുമുള്ള ഔഷധങ്ങളിലെല്ലാം കയ്യോന്നി അടങ്ങിയിട്ടുണ്ട്. പിന്നെ കയ്യോന്നി നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്നത് കയ്യോന്നി മിക്കവാറും പ്ലീഹ സംബന്ധം, എകൃത്, കരൾ സംബന്ധമായ രോഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. കയ്യോന്നിയുടെ നീര് പുറത്തും അകത്തും ഉപയോഗിക്കാവുന്നതാണ്, പുറമേയും ഉപയോഗിക്കാവുന്നതാണ്. കയ്യോന്നിയുടെ അത് കൊണ്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നതും ഉത്തമമായ കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരൾ സംബന്ധമായി നമ്മളിപ്പോൾ ആയുർവേദത്തിൽ 52 പോലുള്ള പ്രൊപ്രൈറ്ററി മെഡിസിനിലൊക്കെ ഉൾപ്പെടെ അതൊരു പ്രധാന ചേരുവയാണല്ലോ കയ്യോന്നി. അപ്പോൾ കയ്യോന്നി അകത്തേക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? നമുക്കിപ്പോൾ ചൂർണ്ണമായിട്ട് ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അതുപോലെ സ്വരസമായിട്ട് നീരെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക? അത് എത്ര അളവിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും? എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റുക? കയ്യോന്നി ഒരു ചെറിയ ചെടിയായതുകൊണ്ട് തന്നെ സമൂലമാണ് ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ ഇല, പൂവ്, വേരുൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കും. കയ്യോന്നി എടുത്ത് നന്നായി വൃത്തിയാക്കി കഴുകി ചതച്ച് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ട് ഒരു 5 ml വീതം രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ ഓളം കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും അനുപാനമായിട്ടോ അല്ലെങ്കിൽ കൂടെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? തേൻ പോലുള്ളത് നമുക്ക് ഉപയോഗിക്കാം. തേൻ അനുപാനമായി ഉപയോഗിക്കാം. പിന്നെ ഓരോ അവസ്ഥകളനുസരിച്ച് അനുപാനത്തിൽ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അവസ്ഥ അനുസരിച്ച് നമ്മൾ ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് നമ്മൾ അനുപാനം മാറ്റി ഉപയോഗിക്കാനായിട്ട്. ഉദാഹരണത്തിന് ഉദരത്തിലെ കൃമി അങ്ങനെയുള്ള അവസ്ഥകളിൽ ഇതിൽ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ്. തുല്യ അളവിൽ ആവണക്കെണ്ണയും ചേർത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൃമി പോലുള്ള ശല്യത്തിന് നമുക്ക് ഇതേ കയ്യോന്നി നീര് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഡോക്ടർ, നമ്മൾ കയ്യോന്നി തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് കേശരഞ്ജന അല്ലെങ്കിൽ കുന്തളവർദ്ധന എന്നൊക്കെ ഉള്ള പേര് സംസ്കൃതത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതായത് മുടി കൂടുതൽ വളരാനും അതുപോലെ തന്നെ മുടിയുടെ നിറം വെക്കാനും, അതായത് ഇപ്പോൾ നര അതുപോലുള്ള അവസ്ഥ കുറച്ചൊക്കെ മാറ്റം വരുത്താനും കഴിയുന്നതാണല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും? കയ്യോന്നി നീരിന് മുടി വളർത്താനും പിന്നെ മുടിയുടെ നിറത്തിന് കറുപ്പ് നൽകാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ കയ്യോന്നി തന്നെ എണ്ണയായിട്ട് ഉപയോഗിച്ച് തലമുടി വളരാനും തലവേദന അങ്ങനെയുള്ള അവസ്ഥകളിൽ ഉപയോഗിക്കാം. ഈ കയ്യോന്നി നീര് തന്നെ നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. കയ്യോന്നിയുടെ നമ്മൾ അകത്തേക്ക് കരൾ രോഗത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കയ്യോന്നിയുടെ 2 സംസ്കൃത സിനോണിംസാണ്, പര്യാപദങ്ങളാണ് കുന്തളവർദ്ധന അല്ലെങ്കിൽ കേശരഞ്ജന എന്നുള്ളത്. അത് മുടിയുടെ നിറം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കേശരഞ്ജനം ആ ഒരു നിറം സ്വാഭാവികമായുള്ള നിറം കിട്ടാനും അതുപോലെ മുടി വളരാനും നല്ലതാണെന്ന് പറയുന്നു. പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വീട്ടിൽ എണ്ണ കാച്ചുമ്പോൾ വയലിൽ നിന്നൊക്കെ കയ്യോന്നിയും കൂടെ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങി കയ്യോന്നി കൂടെ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട യോഗങ്ങൾ, അതായത് നീലിഭൃംഗാദി എണ്ണ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന നീലിഭൃംഗാദിയിലെ ഭൃംഗം കയ്യോന്നിയാണല്ലോ. അതുപോലെ കയ്യോന്നിയാദി കേരം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡോക്ടർ, അങ്ങനെ നമ്മൾ എണ്ണ എങ്ങനെയാണ് കാച്ചുക? എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കയ്യോന്നി എണ്ണ കാച്ചാനായിട്ട് കയ്യോന്നി സമൂല, അതായത് ചെടിയുടെ മുഴുവൻ ഭാഗം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കയ്യോന്നി നന്നായിട്ട് കഴുകി ചതച്ച് പിഴിഞ്ഞ് ചാറെടുക്കണം. ഇപ്പോൾ ഒരു 1 ലിറ്റർ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ 4 ഇരട്ടിയാണ് അതിൻ്റെ ചാറ് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ എണ്ണയ്ക്ക് 4 ഇരട്ടി ഇതിൻ്റെ നീരെടുത്തതിന് ശേഷം ഇതേ കയ്യോന്നി തന്നെ നന്നായിട്ട് ചതച്ച് അരച്ചെടുക്കണം. അത് കൽക്കം എന്ന് പറയും. അത് കുഴമ്പ് പരുവത്തിലാക്കി അത് എണ്ണയിൽ ഇപ്പോൾ ഒരു 1 ലിറ്റർ എണ്ണയാണെങ്കിൽ ഒരു 100 ഗ്രാമൊക്കെ കൽക്കം ചേർത്ത് ഇത് എല്ലാം കൂടി നന്നായി ചേർത്ത ശേഷം തീയിൽ വെച്ച് പാകപ്പെടുത്താം. അപ്പോൾ എണ്ണയുടെ പാകം എന്ന് പറയുന്നത് മണൽ പാകം എന്ന് പറയും. അതായത് ആ കൽക്കം മണൽ പോലെ ആവുന്ന സമയം വരെ എണ്ണ തിളപ്പിക്കുക. എന്നിട്ട് ആ എണ്ണ നമുക്ക് ആ പാകത്തിലെടുത്ത് തലയിൽ തേച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുടി വളരാനും പിന്നെ തലവേദന, മൈഗ്രെയിൻ അങ്ങനത്തെ കണ്ടീഷൻസിന് നല്ലതാണ്. അതായത് നമ്മൾ എണ്ണ എത്രയാണോ എടുക്കുന്നത് അതിന് 4/1 എങ്കിലും 4/1 അതിൽ താഴെയോ അരച്ച് കൽക്കം പോലെ നമ്മൾ ചേർക്കും, അല്ലേ? അതുപോലെ 4 ഇരട്ടിയോളം അതിൻ്റെ നീര് നമ്മൾ ചേർക്കും. അപ്പോൾ അത് നമ്മൾ അധികം ചൂട് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവർക്കും സ്റ്റൗവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അധികം തിളപ്പിച്ച്
ചൂട് കൊടുക്കാമോ അതോ ഒരു മൈൽഡ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇതിൽ ചൂടാണോ വെക്കേണ്ടത്? എങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്? ചെറിയ തീയിൽ തന്നെ പാകപ്പെടുത്തുന്നതാണ് നല്ലത്. ആയുർവേദത്തിൽ ചെറിയ തീയിലാണ് പാകം ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഡോക്ടർ മണലിൻ്റെ പാകം പറഞ്ഞല്ലോ. അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ പല രീതിയിൽ അതിന് പാകം ഉണ്ടല്ലോ ഡോക്ടർ, അകത്തേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ പുറമേക്കാണെങ്കിൽ അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ ഈ മണൽ പാകം നമുക്കെങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം? അതിന് മുന്നേ ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ അത് കൂടിപ്പോയാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ പൊള്ളാതെ നമ്മൾ എങ്ങനെ അതിനെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് പറ്റും? സാധാരണ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ 3 പാകം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പാകം ചെളി പാകം എന്ന് പറയും. അപ്പോൾ ആ കൽക്ക നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചെളി പോലെ ഇരിക്കും, കയ്യിലെടുത്ത് നോക്കുമ്പോൾ ചെളി പോലെ കൈ പറ്റുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പാകം എന്ന് പറയുമ്പോഴത്തേക്ക് വർത്തി പാകം എന്ന് പറയും. നമ്മൾ ആ കൽക്ക എടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഒരു തിരി പോലെ ആവുന്നതാണ്, അത് വർത്തി പാകം. അതിന് ശേഷമാണ് ഈ മണൽ പാകത്തിലേക്ക് വരുന്നത്. നമ്മൾ കൽക്ക എടുത്ത് നോക്കുമ്പോൾ ശരിക്കും മണൽത്തരി പോലെ നല്ല റഫായിരിക്കും. അതായത് ജലാംശം ഏകദേശം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പാകത്തിൽ വെച്ച് നമുക്ക് എണ്ണ ഇത് ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ ആ കൽക്കത്തിൽ നിന്ന് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ആ പാകം കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ കരിഞ്ഞു പോകും. അത് തലയിൽ തേക്കുന്നത് ഉത്തമമല്ല, ദോഷം ആവാം. അപ്പോൾ ഈ പാകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ചിലപ്പോൾ നമുക്ക് ഗുണത്തിനേക്കാൾ ദോഷം വരാമല്ലോ. ദോഷം വരിക എന്ന് പറയുമ്പോൾ എന്തൊക്കെ അവസ്ഥ വരാൻ, നമുക്ക് എന്തെങ്കിലും പ്രയാസം വരാനുള്ള സാധ്യത ഉണ്ടോ? മണൽ പാകത്തിന് മുൻപാണ് നമ്മൾ എണ്ണ അരിച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ജലാംശം കാണും. അപ്പോൾ നീർത്താഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ജലദോഷം, അങ്ങനെയുള്ള പനി തുടങ്ങിയ അവസ്ഥകളുണ്ടാവും. അപ്പോൾ എപ്പോഴും ആ മണൽ പാകത്തിൽ തന്നെ തലയിൽ തേക്കാനുള്ള എണ്ണ ഉപയോഗിക്കുന്നതാണ്. അതായിരിക്കും നല്ലത്. അതായിരിക്കും ചിലപ്പോൾ ചിലർ എണ്ണ ഉപയോഗിക്കുമ്പോഴൊക്കെ, വീട്ടിൽ കാച്ചി ഉപയോഗിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ജലദോഷവും കഫക്കെട്ടും ഒക്കെ കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ഡോക്ടർ, നമ്മളിപ്പോൾ കയ്യോന്നിയുടെ കരൾ സംബന്ധമായിട്ട് വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ മുടിയുടെ കാര്യം പറഞ്ഞു. മുടിയുടെ തന്നെ നമ്മൾ അകത്തേക്കും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും, അത് മുടി വളരാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുടി വളരാനും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പം മുടി വളരാൻ നമ്മൾ പുറമേക്ക് എണ്ണ എല്ലാവരും വളരെ വില കൂടിയ എണ്ണയൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കും. അപ്പം നമ്മൾ അകത്തേക്ക് കയ്യോന്നി അല്ലാതെ തന്നെ മുടി വളരാനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ ദഹനമൊക്കെ കൃത്യമാവണം, നമ്മുടെ കരളിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അതിനെ എത്രത്തോളം സ്വാധീനിക്കാം? കയ്യോന്നിക്ക് കരളിനെ ഉത്തേജിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദഹനാവസ്ഥയെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ കയ്യോന്നിയിൽ ഇരുമ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്കും കഴിക്കാവുന്നതാണ്. മുടി കൊഴിച്ചിൽ വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുമ്പിൻ്റെ അംശക്കുറവ് കൊണ്ട് മുടി കൊഴിച്ചിൽ വരാം, അനീമിയ പോലെ. അപ്പോൾ കയ്യോന്നി നീര് ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സമൂലം എടുത്ത ശേഷം അത് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ആ ചാറ് ഒരു 5 ml വീതം രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പലവിധ ഉപയോഗങ്ങളും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കയ്യോന്നി തന്നെ ചക്ഷുഷ്യം അല്ലെങ്കിൽ നേത്രിയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കണ്ണിന് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും സൗന്ദര്യവർദ്ധനവിനായാലും കണ്ണ് എഴുതാനും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. കണ്ണെഴുതി ശീലിക്കുക നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തിലൊന്നാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ നമ്മൾ ദിനചര്യ എന്നും ശീലിക്കേണ്ടവയിൽ അഞ്ജനം അല്ലെങ്കിൽ കണ്ണെഴുതുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ ഈ കാജൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ കയ്യോന്നി കൊണ്ട് നമുക്ക് ഈ അഞ്ജനം തയ്യാറാക്കാനായിട്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? കയ്യോന്നി കൊണ്ട് നമുക്ക് അഞ്ജനം അല്ലെങ്കിൽ കൺമഷി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു പിടി കയ്യോന്നി എടുത്ത ശേഷം അത് നേരത്തെ പറഞ്ഞ പോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം കഴുകി ചതച്ച് നീരെടുക്കുക. ഒരു പിടി കയ്യോന്നിയാണെങ്കിൽ ഒരു നാരങ്ങയും കൂടെ എടുക്കുക. നാരങ്ങ എടുത്ത് അത് പിഴിഞ്ഞ് ആ ചാറ് രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം നല്ല അലക്കിയ മുണ്ടിൻ്റെ തുണി കുറച്ചൊരു വീതിയിൽ കീറിയെടുത്ത ശേഷം അത് ഇതിൽ മുക്കി നമ്മൾ തണലത്ത് ഉണക്കണം, നിഴലിൽ വെച്ച് ഉണക്കണം. നിഴലിൽ വെച്ചാണ് ഉണക്കേണ്ടത്, വെയിലത്ത് വെച്ചിട്ടല്ല ഉണക്കണം. നിഴലിൽ വെച്ച് ഉണക്കണം. അത് മുക്കി ഉണക്കുന്നത് നമുക്ക് 3 or 4 വട്ടം ചെയ്യാം, വേണമെങ്കിൽ 7 വട്ടം വരെ ചെയ്യാവുന്നതാണ്. ഉണക്കിയ ശേഷം വീണ്ടും ഉണങ്ങിയ ശേഷം പിന്നെയും മുക്കി പിന്നെയും ഉണക്കുക, അങ്ങനെ ആവർത്തിക്കാം. ഗുണം കൂടുന്നു അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം അത് തിരി പോലെ ചുരുട്ടി നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വിളക്കിലിട്ട് ഇത് കത്തിക്കാം. എന്നിട്ട് മുകളിലൊരു കർച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ ഈ പുക വരും, ആ പുക കളക്ട് ചെയ്തതിന് ശേഷം അത് കരിയെടുക്കാം. കരിയെടുത്ത ശേഷം അത് അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ശുദ്ധമായ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ ആവണക്കെണ്ണയും കൂടി ചേർത്ത് കുഴച്ച്
കൺമഷിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ആ കരി ഡോക്ടർ പറഞ്ഞ ആ തിരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ നമ്മളൊരു ഇത് വെച്ചിട്ട് കരി എടുക്കുന്നു. ആ കരി നമ്മൾ അപ്പോൾ ഇളക്കിയിട്ട് അത് ചൂടാറുമ്പോൾ ഇളക്കിയിട്ട് നമ്മളത് കരിയായിട്ട് സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്, അതോ അത് അപ്പം തന്നെ എണ്ണയായിട്ട് ചേർത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ? കരിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യത്തിന് എടുത്ത ശേഷം ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കുഴച്ച് കൺമഷിയുടെ രൂപത്തിലാക്കി ഉപയോഗിക്കാം. എത്രമാത്രം എണ്ണ ചേർക്കേണ്ടി വരും? അത് ഒരു ജസ്റ്റ് അത് കുഴയാനായിട്ട് കൺമഷിയുടെ ആ പരുവത്തിനായിട്ട് മതിയാവും? അത് വളരെ കുറച്ച് എണ്ണ മതിയാവും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ശുദ്ധമായ കൺമഷി എഴുതാവുന്നതാണ്. നേത്രരോഗങ്ങൾക്കും പിന്നെ കാഴ്ചശക്തി കൂട്ടാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. അപ്പം ഡോക്ടർ ഇത്രയും നേരം നമ്മുടെ കയ്യോന്നിയെ പറ്റി വളരെ വിശദമായിട്ട് പല രീതിയിലുള്ള പ്രയോജനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഡോക്ടർ നന്ദി. അപ്പം നമ്മൾ കയ്യോന്നിയുടെ കുറിച്ച് വളരെ വിശദമായി തന്നെ കണ്ടു കഴിഞ്ഞു. കയ്യോന്നി നമുക്ക് അകത്തേക്ക് ഉപയോഗിക്കാം, പുറമേക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അത് വെച്ച് കൺമഷിയാക്കി നമുക്ക് കുട്ടികൾക്ക് ദിനചര്യ എന്നും നമുക്ക് കൺമഷിയാക്കി ഉപയോഗിക്കുന്നതിൽ നമ്മൾ പുറത്തുനിന്ന് വില കൊടുത്തുള്ള സാധനങ്ങൾ, അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു വസ്തുവാണ് നമുക്ക് കയ്യോന്നി കൊണ്ടുണ്ടാക്കുന്ന കൺമഷി. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഈ കയ്യോന്നി എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.